ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ കൊഴുക്കട്ടയാണ് കഴിക്കാനുണ്ടാക്കിയത്. അപ്പോൾ അതേ എല്ലാം വെന്തിട്ട് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കാപ്പുകുടിക്കുള്ളതൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് കറി വയ്ക്കാനായിട്ട് തൈരുണ്ട്. അപ്പോൾ നമുക്കൊരു മോര് കാച്ചണം. പിന്നെ കൂർക്കയുണ്ട്. കൂർക്ക അന്നേരം ആദ്യം എടുത്ത് നമുക്കൊന്ന് വെള്ളത്തിലിട്ടൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തക്കാളിയും പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് മോര് കാച്ചാനായിട്ട്. അപ്പോൾ കൂർക്കയും കൂടെ വെള്ളം ഒഴിച്ച് വെക്കുകയാണേ. അപ്പോൾ അത് തൊലിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ചീവി എടുക്കാനുള്ള എളുപ്പത്തിലാണ് അങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ എല്ലാവരും ഉള്ള ദിവസമാണ്. അപ്പോൾ ചേട്ടായി മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ടാണ് ഞങ്ങളിവിടെ കൂർക്ക മെഴുക്ക് പുരട്ടിയും മോരും ഒക്കെ കാച്ചി വെച്ചിട്ടുണ്ട്. അച്ഛനും ഉണ്ട്, പിന്നെ അനിയനും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് വിറകെടുക്കാനുണ്ട്. പുറത്ത് നമുക്ക് അരി വയ്ക്കാനായിട്ട് വിറകൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഗ്യാസിൽ തന്നെ ഇരുന്ന് അരി വയ്ക്കുന്നത്. അപ്പോൾ ദേ അവർ പോയിട്ട് പെട്ടിവണ്ടിയിൽ വിറകൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയാണേ. അപ്പോൾ ഇതിനിടയ്ക്ക് ചേട്ടായി മീൻ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് വിറകെടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ചെറിയ ചൊറകായിരുന്നു കൊണ്ടുവന്നത്. അങ്ങനെ പിന്നെ അത് വറുത്തരച്ച് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ സഹായിക്കാനൊന്നും ചെന്നതാണ്. പക്ഷേ എന്നെക്കൊണ്ടത് ചെയ്യാനൊന്നും അവർ സമ്മതിച്ചില്ല. പ്രത്യേകിച്ച് എൻ്റെ മോനാണെങ്കിൽ ഞാനതൊന്നും ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ. എന്ത് ചെയ്യാൻ ഇതുപോലുള്ള പണികളൊക്കെ ചെയ്യാനുള്ള പറയും, അമ്മ പോയിക്കോ, അമ്മ അതൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു വിടും. അപ്പോൾ ഇന്നലെ വർക്കലയിൽ പോയിട്ട് വന്നപ്പോൾ രാത്രി 8 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് ഇവിടം വരെ വോമിറ്റിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് ആഹാരമൊന്നും ഇടയ്ക്ക് കഴിക്കാനും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്ഷീണം എൻ്റെ മുഖത്ത് അറിയാനുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും മക്കളും കൂടെ ഊണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഉച്ചയ്ക്കുള്ള ഊണൊക്കെ കൊടുത്തു. ഞങ്ങളും ഒക്കെ കഴിച്ച്. പിന്നെ എനിക്ക് അത്യാവശ്യം വേറെ പണികളൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. തുണി കഴുകാനും വിരിക്കാനും പിന്നെ അടുക്കളയിൽ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അകത്ത് റെസ്റ്റ് എടുക്കുകയാണ് എല്ലാവരും. അപ്പോൾ അവിടെ വിറകിൻ്റെ പൊടിയും പൊട്ടും ഒക്കെ കിടന്ന് എല്ലാം തൂത്ത് വാരിയൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെടി നനയ്ക്കണ ഓസ് അവിടെ കിടന്നിട്ട് അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകുന്നേരം വിളക്ക് കഴുകാൻ വേണ്ടിയിട്ട് നിന്നതാണേ. അപ്പോൾ ഇതൊക്കെ കഴുകി വെച്ചിട്ട് വേണം. ഇനി അവിടെ ഒന്നുകൂടെ ക്ലീൻ ആക്കാനുണ്ട്. ചാമ്പയുടെ ഇലയൊക്കെ അവിടെ ഇവിടെയായിട്ട് പറന്ന് വീണ് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതിനുശേഷം പിന്നെ വൈകിട്ടൊന്ന് മേല് കഴുകി വിളക്ക് കത്തിച്ച് വൈകിട്ടൊന്ന് അമ്പലത്തിൽ പോകണം. ഇന്ന് 41 മഹോത്സവമാണ്. ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമുള്ള വീഡിയോയാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങളെ ഒരുമിച്ചല്ല പോണത്. ആദ്യമേ മക്കളെ 3 പേരെയും കൂടെ വിട്ടിട്ട് ഞാനും ചേട്ടായും കൂടെ പുറകെയാണ് പോണത്. കാരണം വൈകിട്ട് ചോറ് കഴിക്കാനായിട്ട് കുറച്ച് കറിയുടെ പോരായ്മയുണ്ട്. അപ്പോൾ എന്തെങ്കിലും കൂടെ കറിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഒരുമിച്ച് പോകാൻ വിളിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ ആ കറിയും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പോകാമെന്നും കൂടെ റെഡിയാകുന്നുണ്ട്. അപ്പം ഞാൻ ആ കരികിലേക്ക് ഒന്നുകൂടെ ക്ലീൻ ആക്കിയിട്ട് വേണം ഇനി പോയി മേലൊക്കെ കഴുകണം. പിന്നെ വിളക്ക് വയ്ക്കാനുള്ള സമയമൊക്കെ ആയി വരുന്നു. അങ്ങനെ അവർ 3 പേരും കൂടിയാണ് ആദ്യം അമ്പലത്തിലേക്ക് പോയത്. പിന്നെ പുറകെ ഞാനും ചേട്ടായും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ നല്ല ഭംഗിയായിരുന്നു. 51 ഉത്സവത്തിൻ്റെ അന്ന് ഒരുപാട് വിളക്കൊക്കെ തെളിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് കരിമരുന്നും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരതൊക്കെ കണ്ടു നിന്ന് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്താണ് ഞാനും ചേട്ടായും കൂടെ അമ്പലത്തിലേക്ക് വന്നത്.
അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൻ്റെ പ്രദക്ഷിണം വെച്ച് തൊഴുതിന് ശേഷം ചേട്ടായി പറഞ്ഞ് നമുക്ക് കുറച്ച് സമയം ഇരുന്നിട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ബലൂൺകാർ കണ്ടത്. ഈ ഹൈഡ്രജൻ ബലൂൺ ഒത്തിരി ഉണ്ടാവുമല്ലോ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി നിന്നിട്ട്, ഡോൾഫിൻ, അതുപോലെ ക്രിസ്മസ് അപ്പൂപ്പൻ, അങ്ങനെ പല ഷേപ്പിൽ ഉണ്ടാക്കിയ ബലൂൺ കണ്ടപ്പോൾ അനുവിന് നല്ല കൗതുകം. അതൊരെണ്ണം വാങ്ങിക്കണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ചേട്ടായും കൂടെ അനുവിനെയും കൂട്ടിപ്പോയിട്ട് ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ വാങ്ങിച്ച്. അപ്പോൾ മോനും മോളും കൂടെ ഐസ്ക്രീം വാങ്ങിക്കാനും പോയിട്ടുണ്ടായിരുന്നു. 41 മഹോത്സവം ആയതുകൊണ്ട് അമ്പലം കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നു, അമ്പലത്തിൽ നല്ല തിരക്കുമായിരുന്നു. താലപ്പിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അമ്പലത്തിൽ വന്നിട്ട് ഞാൻ പിന്നെ അവളെ കണ്ട് അവൾ ഓടി എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു പോരുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത അമ്പലം കേട്ടോ, വണ്ടിയിലൊന്നും കയറി പോകേണ്ട ആവശ്യമില്ല, അടുത്ത് തന്നെ അമ്പലം. അപ്പോൾ നമ്മളിതേ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.